നിറത്തിൻ്റെ പേരിൽ തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട നിമിഷം മുതൽ ജീവിതത്തിൻ്റെ അന്ത്യം വരെ തെരുവീഥികളിൽ അതിരൂക്ഷമായ സമരത്തിൻ്റെ നായകനായി പോരാട്ടം നടത്തിയിട്ടുള്ള മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ ഇന്നത്തെ ഇന്ത്യയിൽ കറൻസി നോട്ടിൻ്റെ മുകളിലും അല്ലെങ്കിൽ ഭരണാധികാരിയുടെ മൻ കി ബാത്തിൻ്റെ പ്രഭാഷണങ്ങളിലും അല്ലെങ്കിൽ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലെ ചില ചിത്രങ്ങളിലും മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് രാഷ്ട്രപിതാവിനെ വിസ്മരിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതികൾ ഫാസിസ്റ്റ് ഭരണാധികാരികൾ മനഃപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗാന്ധിയെ ഇവർ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമം നടത്തുന്നത്? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഗാന്ധിയെ ലോകം അറിയാൻ തുടങ്ങിയത് ഗാന്ധി എന്ന് പറയുന്ന ഇംഗ്ലീഷ് സിനിമ പുറത്തു വന്നതിന് ശേഷമാണെന്നാണ്. റിച്ചാർഡ് ആറ്റൻബറോയുടെ സിനിമയിൽ ബെൻ കിങ്സ്ലി അവതരിപ്പിച്ച ഗാന്ധിയിലൂടെയാണ് ലോകം മഹാത്മാവിനെ അറിയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള ഒരു തരത്തിലുള്ള ചേതോവികാരം എന്തായിരിക്കുമെന്ന് ഗഹനമായി ആലോചിക്കുമ്പോഴാണ് ഫാസിസ്റ്റുകളുടെ ഗൂഢതന്ത്രം നമുക്ക് മനസ്സിലാവുക. ചരിത്രം അറിയാത്തത് കൊണ്ടായിരിക്കുകയില്ല അവർ പറയുന്നത്, മറിച്ച് അത്രയേ ലോക ജനത ഗാന്ധിജിയെ മനസ്സിലാക്കാൻ പാടുള്ളൂ എന്നുള്ള അവരുടെ നിർബന്ധ ബുദ്ധിയാണ്. ലോക ചരിത്രം പഠിച്ചവർക്കും അതിലൂടെ സഞ്ചരിക്കുന്നവർക്കുമൊക്കെ അറിയാം മഹാത്മാഗാന്ധി ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതെല്ലാം. 1955 ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഇങ്ങനെ നടന്നിരുന്നു എന്നുള്ളത് വരും തലമുറ അത്യാത്ഭുതത്തോടെ മാത്രമേ ഓർക്കുകയുള്ളൂ എന്നുള്ളത്. 1963-65 മാർട്ടിൻ ലൂതർ കിങ് മഹാത്മാഗാന്ധിജിയുടെ പ്രഭാഷണങ്ങളെല്ലാം പലതും ഉദ്ധരിക്കുന്നത്. 1980-കളുടെ അവസാനത്തിൽ 90-കളിലാണ് സൗത്ത് ആഫ്രിക്കൻ വിമോചന സമരത്തിൻ്റെ അതികായനായ നേതാവ് നെൽസൺ മണ്ടേല ഗാന്ധിജിയെക്കുറിച്ച് ഒരുപാട് സ്ഥലത്ത് അനർഗളമായി പ്രസംഗിക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് ഈ സിനിമ വരുന്നതിനൊക്കെ എത്രയോ മുന്നേ തന്നെ മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞിരുന്നു. ഇനിയും എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഗാന്ധിയെ ലോകം അറിഞ്ഞിരുന്നു. 1906 സൗത്ത് ആഫ്രിക്കയിൽ ഒരു സെപ്റ്റംബർ 11 മഹാത്മാഗാന്ധി ആദ്യത്തെ സത്യാഗ്രഹം നടത്തുന്നത്. വർണ്ണവെറിയൻ നയത്തിനെതിരെ, അധിനിവേശ പ്രക്രിയക്കെതിരെ, മനുഷ്യദ്രോഹ പ്രവർത്തനത്തിനെതിരെ ആണ് ഗാന്ധിജിയുടെ സമരം ആദ്യം ആരംഭിക്കുന്നത്. ആ സമരത്തിലൂടെയാണ് സത്യാഗ്രഹ എന്ന് പറയുന്ന ആ രീതി ആവിഷ്കരിക്കപ്പെടുന്നത്. നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ മനുഷ്യനെ വിഭജിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്കയിലെ വർണ്ണവെറിയൻ ഭരണകൂടം നടത്തുന്ന അതിക്രൂരമായ ചെയ്തികൾക്കെതിരായിട്ടായിരുന്നു മഹാത്മജിയുടെ സമരം. അവിടുത്തെ കർഷകർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, സമൂഹത്തിലെ സകലമാന വിഭാഗങ്ങൾക്കും വേണ്ടി ഗാന്ധി നടത്തിയ സമരം ഒരുപാട് ക്രൂരമായ മർദ്ദനമുറകളും യാതനകളുമൊക്കെ അനുഭവിച്ചു. ആ സമരം നടന്നത് ഒരു സെപ്റ്റംബർ 11 ആരംഭിച്ചത്. പിന്നീട് ഒരു സെപ്റ്റംബർ 11 ഇത്തരുണത്തിൽ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. ആ സെപ്റ്റംബർ 11 അമേരിക്കയിലെ വ്യവസായ കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ ഉയരങ്ങളുള്ള 2 കെട്ടിടങ്ങളെ തീവ്രവാദികൾ ബോംബ് വെച്ച് തകർത്തത്. 9/11. ഇത് രണ്ടും സെപ്റ്റംബർ 11 ഒരു ആകസ്മികമായിട്ട് തോന്നാം. പക്ഷേ ആകസ്മികതയ്ക്ക് പിന്നിൽ തന്നെ നമ്മൾ ഗഹനമായി ആലോചിക്കുമ്പോൾ ഇത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഗാന്ധിജിയുടെ കാലത്ത് ഗാന്ധി സമരം നടത്തിയത് സാമ്രാജ്യത്വ
ചെയ്തികൾക്കെതിരായിട്ടായിരുന്നു. സമഗ്രാധിപത്യത്തിലുള്ള സാമ്രാജ്യത്വ ഭരണത്തിൻ്റെ മനുഷ്യവിരുദ്ധമായ പ്രക്രിയകൾക്കെതിരായിട്ടായിരുന്നു. അത് സമാധാനത്തിലൂടെ, അഹിംസയിലൂടെയായിരുന്നു ഗാന്ധി നടത്തിയത്. വർഷങ്ങൾ കുറേ പിന്നിട്ട സമയത്ത് മതവും ജാതിയും ലോകമാകമാനമുള്ള സമൂഹത്തിൽ ആധിപത്യം ചെലുത്തിയപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഭീകരമായിട്ടുള്ള മനുഷ്യവിരുദ്ധ പ്രക്രിയക്കെതിരെ, അധിനിവേശ പ്രക്രിയക്കെതിരെ ലോകം മുഴുവൻ പ്രതികരിക്കുമ്പോൾ, സാമ്രാജ്യത്വ ശക്തികൾ മതവും ജാതിയും നിറവും പറഞ്ഞ് ലോകജനതയെ വിഭജിക്കുമ്പോൾ, തീവ്രവാദികളായിട്ടുള്ള മത മൗലികവാദ പ്രവർത്തകർ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ ക്രൂരമായ ആക്രമണമായിരുന്നു ഈ സെപ്റ്റംബർ 11. അപ്പോൾ ഒന്ന് സമാധാനത്തിൻ്റെ പാതയിലൂടെ ആയിരുന്നുവെങ്കിൽ മറ്റൊന്ന് അതിതീവ്രമായ മനുഷ്യ കൂട്ടക്കൊലയുടെ ഭാഗമായിരുന്നു.